നമസ്കാരം. എന്നോടൊപ്പം ഞാൻ സുദീപായണം ഗുരുവായൂർ. എന്നോടൊപ്പം MG ശ്രീകുമാറാണ്, നമ്മളെ ശ്രീകുട്ടേട്ടൻ. എത്ര പ്രിയപ്പെട്ട ശ്രീകുട്ടേട്ടനും ചേച്ചിയും എപ്പോഴും വരും അമ്പലത്തിൽ, ഗുരുവായൂരമ്പലത്തിൽ. നല്ല ഭഗവാന്റെ അത്ര അതാണ്. ചേട്ടാ ഇവിടെ വരുമ്പോൾ ചേട്ടൻ എന്താ ഫീൽ ചെയ്യണം? സമാധാനം. ഏറ്റവും മെയിനായിട്ടൊരു മനുഷ്യന് വേണ്ട സമാധാനമാണ്, സമ്പത്തല്ല, സമാധാനമാണ്. അത് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ വേദനകളുണ്ടെങ്കിലും, എന്തൊക്കെ നമുക്ക് ടെൻഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം ആ ഒറ്റ നോട്ടത്തിലത് തീർത്ത് തരും ഭഗവാൻ. ഇന്ന് തന്നെ ഞാൻ ഇവിടെ വരണമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ തോന്നി, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഊണ് കഴിഞ്ഞപ്പോൾ തോന്നി, ഞാൻ ലേഖയെടുത്ത് ചോദിച്ച് നമുക്ക് അമ്പലത്തിലോട്ടൊന്ന് പോയതെന്താണെന്ന് ചോദിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഗുരുവായൂർ പോയി തൊഴുതിട്ട് വരാമെന്ന്. അപ്പോൾ വിളിച്ച് ചോദിച്ചു, ഇവിടെ 6:05 പറഞ്ഞു. അന്ന് നല്ല രീതിയിൽ തൊഴുതു. കാരണം ഇവിടുത്തെ എല്ലാവരും ഒരുപാട് സ്നേഹവും സഹകരണവുമാണ് ഈ ഇവിടുത്തെ അമ്പലത്തിലെ എല്ലാ ജീവനക്കാരും, അതുപോലെ തന്നെ മേൽശാന്തി ഉൾപ്പെടെയുള്ളവരെല്ലാവരും. അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഗുരുവായൂരപ്പനെല്ലാം നോക്കിയുള്ളൂ, അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ ആ പാദത്തിൽ അർപ്പിക്കുന്നു. ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ ശരണം. ചേച്ചി അതുപോലെ വളരെ ഭക്തിയാണ് ഗുരുവായൂരപ്പൻ്റെ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാനിത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 30 വർഷമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്നു പോകുന്ന ഒരാളാണ്. എല്ലാ മാസവും, പക്ഷെ 1-ാം തീയതി ഒന്നുമല്ല, ഏതെങ്കിലും മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരും. ഒന്നും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നിൽക്കുക, അത്രയേ ഉള്ളൂ. അത് വേണം ഇത് വേണം എന്നൊന്നുമല്ല. ഭഗവാനെ ആയുരാരോഗ്യ സൗഖ്യം, അത് സമാധാനം, കുടുംബത്തിൽ സമാധാനം, പിന്നെ എല്ലാം അത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പനെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്. ഞാൻ ഒരുപാട് ഭഗവാനുമായിട്ട് വളരെ ക്ലോസ് ആണ്. കാരണം എല്ലാ മാസവും വന്ന് തൊഴുന്നുണ്ട്. വേറെ എന്ത് പറയാം, ഭഗവാനെ കുറിച്ച് എന്ത് പറയാം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറൊന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സമാധാനം. ആ സമാധാനം ഒരു മനുഷ്യനുണ്ടെങ്കിൽ തന്നെ എല്ലാം ആയി. അത്രയേ ഉള്ളൂ. ആ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അത് ഭഗവാൻ വിചാരിക്കണം, ഒരു മനുഷ്യനായാലും. ഞാൻ പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ എല്ലാവരും ഒരുപോലെയാണ്, മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. അവർക്കെല്ലാം ഈ 2025 സമാധാനം കിട്ടട്ടെ, അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു 2025 ആകട്ടെ എന്ന് ഞാൻ മനസ്സാലെ പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ സാർ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഇത് അടിക്കാനൊന്നുമല്ല, 100 രൂപയ്ക്ക് വരണമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ തോന്നി, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഊണ് കഴിഞ്ഞപ്പോൾ തോന്നി, ഞാൻ ലേഖയെടുത്ത് ചോദിച്ചു നമുക്ക് അമ്പലത്തിലോട്ടൊന്ന് പോയാലെന്താന്ന്. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുവായൂർ പോയി തൊഴുതിട്ടില്ല. അപ്പോൾ വിളിച്ച് ചോദിച്ചു, 6:05 അന്ന് നല്ല രീതിയിൽ തൊഴുതു. കാരണം ഇവിടുത്തെ എല്ലാവരും ഒരുപാട് സ്നേഹവും സഹകരണവുമാണ് ഈ ഇവിടുത്തെ അമ്പലത്തിലെ എല്ലാ ജീവനക്കാരും, അതുപോലെ മേൽശാന്തി ഉൾപ്പെടെയുള്ളവരെല്ലാവരും. അവരെയൊക്കെ കാണും.